റാപ്പർ വേടനെതിരെയുള്ള ബലാത്സംഗ കേസിൽ വിശദമായ തെളിവ് ശേഖരണത്തിന് പോലീസ്. പരാതിക്കാരിയുടെ മൊഴിയിൽ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കുന്നതിനൊപ്പം സാക്ഷികളുടെ മൊഴിയും രേഖപ്പെടുത്തും. തുടർന്നാകും വേടനെ വിളിപ്പിക്കുക, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കെല്ലാം തന്നെ കടക്കുക. ഇതിനിടെ കഴിഞ്ഞ ദിവസം വേടൻ ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലീസ് നിലപാട് അറിയിക്കും. ജാമ്യത്തെ എതിർക്കും എന്നാണ് വിവരം. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, കൂടുതൽ വിവരങ്ങൾ പറയും. സ്മിത, ഈ വേടന്റെ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം 164 പ്രകാരമുള്ള ഈ പരാതിക്കാരുടെ മൊഴിപ്പകർപ്പിന്റെ അടിസ്ഥാനത്തിൽ തെളിവ് ശേഖരണത്തിലേക്ക് കടക്കാനാണ് തീരുമാനം. ഒപ്പം വേടന്റെ സുഹൃത്തുക്കളുടെ അടക്കം മൊഴിയെടുക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. കൊച്ചിയിലും കോഴിക്കോടും പരിശോധനകൾ നടത്തും. 2001 മുതൽ 2023 വരെയുള്ള സമയത്ത് ഈ ഇടങ്ങളിൽ കൊച്ചിയിലും കോഴിക്കോടും എത്തിച്ച് പീഡിപ്പിച്ചു എന്നുള്ളതാണ് യുവതി നൽകിയ പരാതിയിൽ പറയുന്നത്. അതുകൊണ്ട് ഈ രണ്ടിടങ്ങളിലും പരിശോധന നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ വേടന്റെ കസ്റ്റഡിയോ അറസ്റ്റോ ആ നടപടിയിലേക്ക് ഇപ്പോൾ പോലീസ് കടക്കുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ തന്നെ വേടൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഈ ബലാത്സംഗ പരാതി തന്നെ കെട്ടിച്ചമച്ചത് എന്നുള്ളതാണ് വേടന്റെ വാദം. ഇന്നലെ ഹൈക്കോടതിയെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇടപെടൽ നടത്തി പോലീസിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്ന വിവരമനുസരിച്ച് പോലീസ് വേടന്റെ ജാമ്യ ഹർജിയെ എതിർക്കും എന്നാണ്. പ്രാഥമിക ഘട്ടത്തിലാണ് അന്വേഷണം. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമെന്ന നിലപാടിലേക്ക് പോലീസ് പോകുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്.